ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ സഹോദരി അഭിരാമയുടെ വിവാഹമാണിന്ന്. ചാത്തമംഗലം സ്വദേശി ആദർശാണ് വരൻ. എൻ്റെ അരുൺ ചേട്ടാ, പലരും മൊട്ടയരുൺ എന്നൊക്കെ വിളിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ട്. മൊട്ടയടിച്ചേക്കുന്നുണ്ടാണ്, അല്ലാതെ കളിയാക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അരുൺ ചേട്ടാ, നിങ്ങളോട് എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉണ്ട്. വലിയൊരു മാധ്യമപ്രവർത്തകൻ, നല്ല മാധ്യമപ്രവർത്തകൻ. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന് ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നാണം ഇല്ലയോ? ഇത് ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഈ ശിരൂരിലെ അർജുൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഇവർ ചെയ്തു. അങ്ങനെ ഇങ്ങനെ എങ്ങനെ മറ്റേത് മറിച്ചൊക്കെ ചെയ്തിട്ട് മനുഷ്യൻ ജീവനോടെ രക്ഷിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അന്ന് പോലെ ഇവരവിടെ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം എനിക്ക് ശ്രീകണ്ഠൻ നായർ ഷോയിലേക്കോ ശ്രീകണ്ഠൻ നായർ ആരോ വിളിച്ച് പറഞ്ഞിട്ടാണ് ഒരു വിഷയം വൈറലാവുന്നത്. അതിനുശേഷം ഇവർ ഏറ്റെടുത്താൽ പിന്നെ അങ്ങനെ ആവുന്നല്ലോ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കും, ഓരോരുത്തരുടെ പേര് പോകും. എന്നിട്ട് ഈ പെങ്കൊച്ചിൻ്റെ കല്യാണമാണ്, ഈ അർജുൻ്റെ പെങ്ങടെ. അതിൻ്റെ സമയവും അതുപോലെ മുഹൂർത്തവും ഓഡിറ്റോറിയം എല്ലാം സഹിതം വീഡിയോ ഇട്ടേക്കും. എന്തായാലും ആ പരിപാടി ഇപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മാത്രമല്ല ഇതിനകത്ത് സ്ഥലമോ ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നടക്കുന്ന വെന്യൂ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്തിനാ ഈ ഈ അവരും ആ പുള്ളിക്കാരൻ മരിച്ചുപോയി, അതിൻ്റെ വിഷമത്തിൽ നിന്ന് അവർ മാറി വന്ന് വേറെ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിലേക്ക് വന്നു. ഇതൊക്കെ ഒരു വാർത്തയാക്കേണ്ട കാര്യമാണോ? നിങ്ങൾക്ക് ഇങ്ങനെയും അത്രത്തോളം ഈ റിപ്പോർട്ടർ ചാനൽ അത്രത്തോളം നാണമില്ലാത്ത രീതിയിലേക്കാണോ പോയത്? അതെനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറയാം, ഒരു വലിയ രീതിയിൽ ഇവരാണ് ആ കല്യാണം നടത്തി കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇവരാണ് ആ കല്യാണം ഇവർ ചെന്നാലേ പറ്റത്തുള്ളൂ, ഇവരാണെന്ത് എന്തോന്നിട്ട് ഇത് ഈ പറയുന്ന അർജുൻ്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും അല്ലോ നിങ്ങൾ ഏറ്റവും അടുത്തേ. ഇത് ഞങ്ങൾ ചെന്ന് നിന്ന് നടത്തി ഞങ്ങൾ ബാക്കി കേൾക്കേണ്ട കാര്യമുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് വാർത്താ ചാനലാണ്, മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്ന്, ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്. എന്ത് വാർത്ത കിട്ടിയാലും അപ്പം തന്നെ അവർ 10 ദിവസം നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ചാനൽ, റിപ്പോർട്ടർ ചാനൽ. ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് എന്തിനാ? അവരവരുടെ പാട്ടിന് വിട്ടുകൂടെ? ആ പരിപാടി കഴിഞ്ഞാൽ സഹോദരൻ മരിച്ചു, ആ സഹോദരിക്ക് ഒരു ജീവിതം കിട്ടുന്നു, അവർ മുന്നിലേക്ക് പോകുന്നു, ഇതെടുത്ത് വാർത്ത ഉണ്ടാക്കി ഇത് നാട്ടുകാരെ അറിയിച്ച അത് കുറേ പേര് വന്ന് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ആ വീഡിയോ കണ്ടോട് വാർത്ത കണ്ടു കുറച്ച് പേര് പോയി കല്യാണത്തിന് കയറണം. എന്നിട്ട് പിന്നെ ഈ വാർത്ത കണ്ട് പിന്നെ അവർ സഹോദരനെ ഓർക്കണം. അപ്പോൾ ഇവർക്ക് ഒരു സുഖം കിട്ടുമോ? അന്നത് റിപ്പോർട്ട് ചെയ്തു, നിങ്ങളെല്ലാം കൂടെ കുറേ നടന്ന് വീട്ടിൽ കയറി കുറേ നാൾ നടന്നെന്നും പറഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ കാണിക്കേണ്ട കാര്യം എന്തുവാ? സാധാരണ ഒരു പച്ചയായ മനുഷ്യൻ രീതിയിൽ വാർത്ത കണ്ടപ്പോൾ ഒരു പ്രതികരിക്കാൻ തോന്നിയിട്ട് പ്രതികരിക്കുന്നതാണ്. അർജുൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. നിർഭാഗ്യവശാൽ കണ്ണീരിനിടയിലും കൂറിക്കൂടി ഒരു പുഞ്ചിരി പോലെ ഇന്ന് ആ കല്യാണം വരികയാണ്. ആ സന്തോഷ വാർത്ത പ്രേക്ഷകരുമായും സന്തോഷ വാർത്ത. അതിൻ്റെ ഇടയ്ക്ക് മുന്നേ പറഞ്ഞെന്തോ അർജുൻ ഇല്ലാത്തൊരു വിഷമം, ആ ദുഃഖം. ഇപ്പം സഹോദരി ഇപ്പം ഇത് കല്യാണത്തിന് തൊട്ട് മുമ്പായിരിക്കും ഈ വാർത്ത അല്ലെങ്കിൽ വരുന്നത്, അതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും. ഇത് കണ്ടിട്ട് നല്ല രസമായിരിക്കും. മറന്നിരിക്കുന്ന സഹോദരനെ പറ്റിയിട്ട് ആ ഒരു സമയം കൂടെ ഈ ഈ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള പഴയ വീഡിയോസ് എല്ലാം കൂടെ പൊങ്ങി വരികയും ആ സഹോദരനെ പിന്നെ ഓർക്കുകയും ചെയ്യും. നല്ല സന്തോഷം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തൊരു കോമൺ സെൻസ് ഇല്ലയോടെ? അഥവാ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തുവാ? അത് ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിൽ പറയാം. ഒരു കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അവിടെ ചെന്ന് പറ്റുന്ന രീതിയിൽ അവിടെ നിൽക്കുക, സഹായിക്കുക. അവരുടെ കൂടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ നിങ്ങൾ സഹായിക്കുക. അതിനപ്പുറത്തേക്ക് വന്ന് ഈ ചാനലിൽ ഇട്ട് നാട്ടുകാർ മുഴുവൻ കാണിക്കുന്നു, സമയം കാണിക്കുന്നു, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ വെന്യൂ, എവിടെ ഓഡിറ്റോറിയം എല്ലാം കാണിച്ചങ്ങ് കൊടുക്കുക. ആളുകളെല്ലാം പോയി കയറി കൊടുക്കട്ടെ, അവിടെ ഉണ്ടാക്കി വെച്ച് സദ്യയും തീർത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഷീലാമ്മ വിളിച്ചിരുന്നു, പക്ഷേ വരാൻ കഴിഞ്ഞില്ല, തിരക്കിലുകൾ കൊണ്ടാണ് എന്നറിയിക്കുന്നു. അമ്മ വിളിച്ചിട്ട് വരാൻ കഴിയുന്നില്ലെങ്കിലേ അത് അവരെ വിളിച്ച് പറയണം, അല്ലെങ്കിൽ ചെന്നിട്ട് അവിടെ ആള് കാണിക്കണം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്ന് ചാനലും തുറന്ന് വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് അവരെ പറ്റി അങ്ങ് പറയുക, ചെറുക്കനെ പറ്റിയും പെണ്ണിനെ പറ്റിയും ഓഡിറ്റോറിയവും സമയവും ഉള്ളവരെല്ലാം ചെന്ന് കയറി കൊടുക്കട്ടെ, വിളിക്കാത്തവരും ചെന്ന് കയറട്ടെ. കോമൺ സെൻസ് ഒരു തേങ്ങയില്ല. എങ്ങനെയും വാർത്തയാക്കുക. അന്ന് ശിരൂരിൽ അർജുൻ്റെ വിഷയം ഇടപെട്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി എന്തെങ്കിലും ഹോപ്പ് കിട്ടുമോ? അതുമായിട്ട് ബന്ധപ്പെട്ട അർജുൻ എന്നുള്ളൊരു ശിരൂർ എന്നുള്ള പേരിട്ട് കഴിയുമ്പോൾ ആ ഒരു ഹാഷ്ടാഗിൽ കുറച്ച് വീഡിയോ കയറി പോകുമല്ലോ. ന്യൂസ് എങ്ങനെയും ന്യൂസ് ഉണ്ടാക്കുക, എങ്ങനെയും റീച്ച് ഉണ്ടാക്കുക. വെറും ഒരു നാണവും ഇല്ല, ഒരു നാണം. മാധ്യമ നിർമ്മം എന്ന് പറയുന്നത് 7 അയലത്തൂടെ പോയിട്ടില്ല ഇവരുടെ. നിങ്ങളെങ്കിലും ഈ പറയുന്ന അരുൺ ചേട്ടാ, നിങ്ങൾ ഇവിടുന്ന് ഈ ചാനലിൽ നിന്ന് നിങ്ങൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ സ്വയം നിങ്ങൾക്ക് ഒരു ഉളുപ്പ് തോന്നത്തില്ലേ? അവിടുന്ന് ചാടി ഇവിടുന്ന് ചാടി ഇവിടുന്ന് എങ്ങോട്ട് ചാടും? ഇനി വിക്ടിയിലോട്ട് ചാടുമോ? അവിടെ പോയി കഴിയുമ്പോൾ ഇനി അവരെ എതിർക്കാൻ പറഞ്ഞാൽ ചാനലിനെ എതിർത്ത് നിങ്ങൾ പറയൂ? ഇത്രയും നാൾ ചാനലിന്റെ പേരിൽ കുറേ പേരെ കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ തിരിച്ചു പറയുമോ? സ്വന്തമായിട്ടൊരു ഇത് കാണിക്കണ്ടേ? നിങ്ങൾക്ക് എന്തായാലും ഈ മീഡിയയിൽ കുറേ കാലം നിൽക്കണ്ടല്ലോ. നിങ്ങൾക്ക് വളരെ പ്രായം അധികം ഇല്ലല്ലോ. അപ്പോൾ ഒത്തിരി കാലം നിങ്ങൾക്ക് ഇതിൽ കരിയർ ഉള്ളതല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇതില്ലേ? ഈ പറയുന്ന കൂട്ടി ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം, ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നു, അത് അവിടെ വഴിക്ക് പോയാൽ പറ്റും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെല്ലുക, സഹകരിക്കുക. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് വരണ്ടായിരുന്നു. ഹലോ പറയൂ സുമേഷ്, അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? കല്യാണം താലി കെട്ടിയോ? ആ താലി എന്തായി? അവരിപ്പോൾ എവിടെ നിൽക്കുന്നു? മണ്ഡപത്തിൽ കയറിയോ? ഇങ്ങനെ ഒരു സാധനം ശിരൂരിൽ നിന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് അതെന്താ ഇല്ലാത്തത്? ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഓടിച്ചു വിട്ടതാണെന്ന്, ഇനിയിപ്പം ഇദ്ദേഹത്തെ മാത്രം വിളിച്ചോണ്ട് ഇദ്ദേഹം പോകാത്തോണ്ടാവുന്ന അറിയത്തില്ല. ഒരു അവിടെ പോയി അർജുനന്റെ അഭാവത്തിൽ നമ്മൾ അവിടെ പോയി നടത്തി കൊടുക്കേണ്ട കല്യാണമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കണ്ടേ, നിങ്ങൾ അർജുൻ്റെ കൂട്ടുകാരും വല്ലോ ആണോ? കൂടെ ജോലി ചെയ്തവരാണോ? അയലത്തുകാരാണോ? ബന്ധുക്കളാണോ? അല്ല, അർജുൻ്റെ അഭാവത്തിൽ അവിടെ പോയി നടത്തി കൊടുക്കുക നിങ്ങൾ ആരാ? അർജുൻ മരിച്ച സമയത്ത് രാപകലില്ലാതെ വീട്ടിലും കയറി ഇറങ്ങി, നാട്ടിലും കയറി ഇറങ്ങി, അവിടെ ഇവിടെയും കയറി ഇറങ്ങി റിപ്പോർട്ട് ചെയ്തിട്ട് ആ മനുഷ്യന്റെ മരണത്തെ മാക്സിമം വിറ്റ് മുതലാക്കി കാശാക്കി വന്നിട്ട് അർജുൻ്റെ അഭാവത്തിൽ അവിടെ പോയി നടത്തി കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അന്തസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെല്ലണമായിരുന്നു. എന്നിട്ട് അത് ആള് കാണിക്കണമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിരുന്നു, മീഡിയയിൽ വന്നിരുന്നിട്ട് വാർത്തയിൽ വന്നിരുന്നു, ആ പെങ്കൊച്ചിന്റെ കല്യാണം, സഹോദരിയുടെ കല്യാണം ഇങ്ങനെ വിളിച്ചു പോയി പറഞ്ഞിട്ട്
നാണമില്ലേ ഇത്? അവിടെ പോയി നടത്തി നിങ്ങൾ ആരാ? അർജുൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തോ ആത്മസുഹൃത്തോ കൂടെ പഠിച്ചതാന്നോ 2ാം ക്ലാസ്സിൽ? അയ്യേ! നിങ്ങളെ പറ്റി ഇങ്ങനെയൊന്നല്ല ഞാൻ കരുതിയത് കേട്ടോ. പലതും പറയുമ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ മാധ്യമധർമ്മം. ഇത് മാധ്യമധർമ്മം ഒന്നുമല്ല. ഇത് ചുമ്മാ റീച്ചിന് വേണ്ടിയുള്ള ധർമ്മം. നാണക്കേട്. പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. എങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു അഭിരാമിക്കും ആദർശ്. 10:30-നും 11:15-നും ഇടയിലാണ് വിവാഹം. പിന്നെയും പറഞ്ഞു. ആദ്യം ഒന്ന് മുഹൂർത്ത ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മുഹൂർത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടുന്നു കേട്ടോ. രണ്ടാമത് പിന്നെ ആദ്യം മുഹൂർത്തവും പറഞ്ഞു, ഓഡിറ്റോറിയം ഒക്കെ പറഞ്ഞു. രണ്ടാമത് പിന്നെയും മുഹൂർത്തമൊക്കെ പറഞ്ഞു. ആരെങ്കിലും കയറാത്തവരുണ്ടെങ്കിൽ ഇടിച്ചു പോയി കയറിക്കണം നാട്ടുകാർ മൊത്തം. അവിടെ എത്ര പേരെ സദ്യ ഉണ്ടാക്കി അതിൻ്റെ ഇരട്ടി ആളുകൾക്ക് ആഹാരത്തിന് പോയി കയറി കൊടുക്കണം. അതും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു ഇവർ. നല്ല സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ചെയ്തേക്കുന്നത്. എന്നാലും അരുൺ ചേട്ടാ, നിങ്ങൾ ഈ റിപ്പോർട്ടറിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതെ സംസാരിക്കുന്നത് കാണുമ്പോഴത്തേനും വളരെ ദുഃഖം തോന്നുന്നു. ഇങ്ങനൊരു കാര്യം ആ മനുഷ്യൻ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ആ മണ്ണിലടി ശിരൂർ പോയി മരിച്ചു അർജുൻ. അത് അവർ കഴിഞ്ഞ് മുറിവുണങ്ങിയ ഒരു കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ അതേ അർജുന് വന്നിട്ട് ആ വിഷമത്തിൽ ദുഃഖത്തിൽ നിന്നിട്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ എന്തോ കാര്യമോ അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റാണ് ഞാൻ തമ്മിൽ ആഡ് ചെയ്തേക്കുന്നത്. അല്പമെങ്കിലും ഉളുപ്പ്, അല്പമെങ്കിലും മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ മാറിപ്പോകും. നാളെ നോക്കിക്കോ, ഈ അരുൺ എന്ന് പറയുന്ന അരുൺ ചേട്ടാ നിങ്ങൾ നോക്കിക്കോ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേൾക്കാൻ രസമുള്ള ഒരാളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നാളെ നിങ്ങളെ ഇപ്പം ഈ നിൽക്കുന്ന ചാനൽ ഇവിടെ നിങ്ങൾ നിലനിർത്തൂല നിൽക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാളെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ നിങ്ങൾക്കെതിരെ, നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനലിനെതിരെയും വരുന്നൊരവസ്ഥ വിരളമല്ല എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സാധാരണ ഒരു പൗരൻ, സാധാരണ വീഡിയോ കാണുന്ന, സാധാരണ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുവാണ്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു പോയ പല കാര്യങ്ങളും ദുഃഖിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാര്യം അതുപോലെ നിങ്ങൾ ഈ പറയുന്നത് ഇതൊന്നും ഒരു കാര്യമില്ലാത്തതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമല്ലേ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിന്. അയ്യേ, എന്തോ പോലെ തോന്നുന്നു. സ്മെൽ ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.